ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും സാമ്പത്തികവും സമാധാനവും സന്തോഷവും നിറഞ്ഞതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ ഫ്യൂച്ചറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു? ഇവിടെ വന്നിരിക്കുന്നത് നമ്പേഴ്സ് 5, 11, 2, 5, 8, 8, 6, 8. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീന. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നത്തോടു കൂടി വിജയത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് സർവവും നിങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തും നേടിയെടുത്ത് സർവ്വതും നിങ്ങളുടെ പിന്നാലെ വരും. ജോലിയാണെങ്കിലും ശരി തന്നെ, വ്യക്തികളാണെങ്കിലും ശരി തന്നെ, എന്തും നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. എന്തിനും വിജയമായിരുന്നു നിങ്ങൾ നേടിയിരുന്നത്. നിങ്ങൾക്കെല്ലാം ഗ്രോത്ത് ആയിരുന്നു. ചെറിയ ചെറിയ നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ബാധിച്ചിട്ടില്ല. എന്ത് പ്രശ്നത്തെയും നിങ്ങൾ ബോധേഡ് ആവത്തില്ല. സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഓരോ നിമിഷവും ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾ നോക്കിയിരുന്നു. നല്ല ഫ്രീഡം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ. ഓക്കെ, ജീവിതത്തിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അനീതി കടന്നു വന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് നഷ്ടപ്പെട്ടതായി കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ചില വ്യക്തികൾ കടന്നു പോയിരിക്കുന്നു. അതൊരു പക്ഷേ ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, റിലേഷൻഷിപ്പായിരിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചില അസുഖങ്ങൾ നേരിട്ടതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇമോഷണൽ പരമായി പരാജയപ്പെട്ടു പോയി. നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതെ സ്റ്റക്ക് സിറ്റുവേഷനിൽ അവിടെ നിന്നു ഒരു ഗ്രോത്തും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം, ഒന്നിനും പറ്റാത്ത വണ്ണം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോയിരുന്നു. സ്ട്രെങ്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളുടെ സ്ട്രെങ്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആരും സഹായിക്കാനില്ലാതെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ വളരെ ഡിപ്രഷനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മുന്നിൽ ഇനി ഉള്ളത്, ഇനി വഴി എന്താണ് എന്നൊന്നും അറിയാതെ നിങ്ങൾ വിഷമിച്ചു. എന്നാൽ നിങ്ങളോട് വന്ന് ഉപദേശിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഒരുപാട് കുരുക്കിലാക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളുമായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് മുഴുവനായി നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ അടിമയായി നിൽക്കേണ്ടതായി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയായിരുന്നു നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്നത്. ഓക്കെ, ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള വേതനം ലഭിച്ചിരുന്നില്ല. സാമ്പത്തികം വളരെ തുച്ഛമായെന്നായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ആ സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു. നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും, നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് യാതൊരു പ്രയോറിറ്റിയും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളുടെ സാമ്പത്തികത്തെ അപഹരിച്ചതായും കാണുന്നു. കാരണം നിങ്ങളുടെ സാമ്പത്തികത്തെ അപഹരിച്ചുകൊണ്ട് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക് മുഴുവനും എടുത്തിട്ട് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ രോഗിയാക്കി മാറ്റി പുറത്ത് വിട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹിച്ചിരുന്ന സൗഹൃദങ്ങൾ പോലും നിങ്ങളെ വിട്ട് അകന്നു പോയിരുന്നു. ഒരിക്കലും വിട്ടുമാറില്ല എന്ന് വിചാരിച്ചിരുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു.
നിങ്ങൾ ഒരുപാട് അവരെ സഹായിക്കുകയും അവരോടൊപ്പം ഏത് കാര്യത്തിനും അവർ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾ അവരോടൊപ്പം എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുത്ത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് സമയമായപ്പോൾ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ പുറത്ത് ആക്കിയിരിക്കുന്ന ഒരു എനർജി. നിങ്ങളിൽ നിന്നും എല്ലാം അവർ സഹായം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി തകർന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളെ അവർ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് അന്യരെ പോലെ നിർത്തിയിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, ചില വ്യക്തികൾ വിശ്വസിച്ച് കൂടെ വന്നിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു, നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 8 ഓഫ് വീണ്ടും വന്നിരിക്കുന്നു. 8 ആണ് ഇവിടെ കൂടുതലായിട്ട്, 8ന് ഒരു കൂടുതൽ എനർജി പിക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് എനിക്കിനി മുന്നോട്ട് ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും 8 വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ അടുത്ത സമയത്ത് ഇതുപോലെ തന്നെ എനിക്കിനി മുന്നോട്ടില്ല, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, എൻ്റെ അവസാനമായി കഴിഞ്ഞു എന്ന് പോലും ചിന്തിച്ച് നിങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. അത്രത്തോളം നിങ്ങൾ ആരും നിങ്ങളെ ഒന്ന് സഹായിക്കാനില്ലാണ്ട് നിങ്ങൾ ഈ വളരെ വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വിഷമത്തിൽ കൂടി കടന്നു പോയതായി കാണുന്നു. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ കഴിഞ്ഞു പോയ സമയമാണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആകും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ മാനസികമായും മുന്നോട്ട് പോകുവാൻ, ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ മാനസിക ബലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി. ഒരുപാട് കരഞ്ഞിരുന്ന വ്യക്തിയായിരിക്കാം. ഇപ്പോൾ കരച്ചിലൊക്കെ മാറ്റി ഇങ്ങനെ കരഞ്ഞിരുന്നാൽ എനിക്ക് പറ്റില്ല, എനിക്ക് മുന്നോട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, തോറ്റെടുത്ത് എനിക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നതായി കാണുന്നു. എല്ലാവർക്കും വന്നിട്ടില്ല, വന്നവർക്ക് മാത്രം ഉള്ള ഒരു എനർജിയാണ് ഈ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സോള് ചില കാര്യങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് അന്വേഷിക്കുന്നത്? ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സോള് നിങ്ങളെയും കൊണ്ട് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളെ കെട്ടി നിർത്തിയിരുന്ന, ലാസ്റ്റ് കണ്ടിരുന്ന ആ ഒരു കാർഡ് പോലെ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നിടത്ത് നിന്നും നിങ്ങളിപ്പോൾ കെട്ടഴിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി കാട്ടുന്നു. യൂണിവേഴ്സിൻ്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പ്രകാശം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ വഴി കാട്ടുന്നു. ഇപ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഒരേ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. എന്തിന്? നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണം. ഇങ്ങനെ ഞാനിവിടെ തളർന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ സ്ട്രെങ്ത് എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഓക്കെ, സ്ട്രെങ്ത് എടുത്തിട്ടില്ല, സ്ട്രെങ്ത് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വാക്കുകളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്നു എങ്കിൽ ആ മോട്ടിവേഷൻ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാക്കി നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങൾ സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ചില വ്യക്തികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ചതിച്ച് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിന്നുള്ള വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ മനഃശക്തി തകർന്നു പോയിട്ടുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ മനഃശക്തി വീണ്ടെടുത്തിരിക്കുന്നു. ഓക്കെ, ആ ഒരു ശക്തിയോടുകൂടി നിങ്ങൾ നിൽക്കുന്നു. ഇപ്പം നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്രത്തോളം വിഷമം നിങ്ങൾക്ക് നേരിടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചില ജോലി സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ചില സുഹൃത്തുക്കൾ കൂടെ
കൂടെ നിന്ന് സ്നേഹിച്ച് നിന്നിരുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ പുറത്താക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ ഒരുപാട് തകർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിച്ചിരിക്കുന്നു, മനോബലം നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച്, നിങ്ങൾ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അന്വേഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചില ഓഫറുകളെ അന്വേഷിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. എന്നെ ഇങ്ങോട്ട് അന്വേഷിക്കേണ്ട, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി നേടിയെടുക്കും, വിജയം എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇഗ്നോർ സംഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ എങ്കിലും നിങ്ങൾ മനസ്സ് തകർന്നു പോകുന്നില്ല. പ്രതികൂല സാഹചര്യമായിരിക്കാം. നിങ്ങൾ പല സ്ഥലങ്ങളിലും ജോലിക്ക് അന്വേഷിക്കുമ്പോൾ നോ എന്നായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് തടസ്സമായിട്ട് പല വ്യക്തികളും നിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പല വ്യക്തികളും നിങ്ങൾക്കെതിരായി വാളും എടുത്ത് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ മനസ്സ് തകർന്നു പോകാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ മാനസികമായി സ്ട്രെങ്ത് എടുത്തിരിക്കുന്ന ചില വ്യക്തികളെയാണ് ഇവിടുത്തെ എനർജിയിൽ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോ. 10 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 10 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി, നിങ്ങൾ ജഡ്ജിമെൻ്റ് ആണ്. നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരികെ ലഭിക്കണം. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കണമെന്ന് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തളർച്ചയല്ല, നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് വാശിയാണ്, വിജയിക്കണം എന്നുള്ള വാശി. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുടുംബം, സാമ്പത്തികം, അല്ലെങ്കിൽ സന്തോഷം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാം നിങ്ങൾക്ക് തിരികെ വരണമെന്നുള്ളൊരു വാശിയോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്ഷൻ ആകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തികത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാവുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ വിജയിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ ഹീല് ചെയ്യുന്ന ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ മാനസിക മുറിവുകളെ നിങ്ങൾ ഹീല് ചെയ്തു. ഇനി മുന്നോട്ട് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഉയർന്ന ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് ആണ് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിരന്തരം കണക്ഷൻ ആകുന്നു. നിങ്ങളുടെ സോള് യൂണിവേഴ്സിലേക്ക് കടത്തി വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിരന്തരമായിട്ട് കണക്ഷൻ ആകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായി തീരുമെന്ന്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വിജയമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്നത്. ഏത് പ്രതിസന്ധിയെയും ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ചെറിയ ചെറിയ കുന്നുകൾ കാണാം ഇവിടെ. അതിനെ കടന്ന് ചാടിയെടുക്കും. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന റിലേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണോ, സാമ്പത്തികമാണോ, ജോലിയാണോ, അതെല്ലാം നിങ്ങൾ ചാടിക്കടക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് അതിർവരമ്പുകൾ കെട്ടി നിർത്തിയിരിക്കുന്നു, അത് നിങ്ങൾ ചാടിക്കടക്കും. നിങ്ങൾക്ക് ഗ്രോത്ത് വരും, നിങ്ങൾക്ക് വിജയം വരും, നിങ്ങൾ മുന്നേറും എന്നുള്ള ഒരു എനർജിയാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറാണ് പറയാൻ പോകുന്നത്. ഫ്യൂച്ചർ എപ്പോഴും കർമ്മയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, അഫർമേഷൻ ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചറിൽ എന്തുകൊണ്ടാണ് 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതില്ല അതില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റിവിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ തന്നിട്ടുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് നീതി ലഭിക്കാതിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ഫ്യൂച്ചറിൽ നീതി ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട പണം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ എവിടെയൊക്കെ യാചിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായി മാറും. ഓക്കെ, നിങ്ങൾ കൈ നീട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിയായി മാറും. ഓക്കെ, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ,
ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ തേടി ഓഫറുകൾ വരും. ഓക്കെ, നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ തേടി 100 ആൾക്കാരുകൾ വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളോടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ഒന്ന് കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ക്യൂ നിൽക്കും. നിങ്ങളുടെ ജോലിയിൽ നിന്ന് ചില വ്യക്തികൾ തേർഡ് പാർട്ടിയുടെ പ്ലാനിങ് കാരണം നിങ്ങളെ തകർത്ത് നിങ്ങളെ പുറത്ത് വിട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളെ തറയെ തള്ളിയിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അനേക ജോലികൾ ഒരുക്കി കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് കയറിയിട്ടുണ്ട്. ഒരു വിഷപ്പാമ്പിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളെ ജഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതിന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ നേർക്ക് ജഡ്ജിമെൻറ്റ് വരുമെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അവരെ ചോദ്യം ചെയ്യും എന്നുള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങളെ തകർത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ച ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ മധ്യത്തിൽ നിങ്ങൾ ചില പ്ലാനിങ്ങുകൾ അവർക്ക് നേരെ നിങ്ങൾ ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിട്ടുകളയുകയില്ല. നിങ്ങൾ സാമ്പത്തികം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ടും നിങ്ങൾ പക വീട്ടുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ വിജയം കൊണ്ടാണ് നിങ്ങൾ അവരെ പക വീട്ടുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ തോൽപ്പിച്ച് നിന്നിരുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ആ വ്യക്തികളെ നിങ്ങളുടെ വിജയം കൊണ്ടാണ് നിങ്ങൾ പക വീട്ടുന്നത്. ഇനി നിങ്ങളാണ് ചിരിക്കാൻ പോകുന്നത്. നിങ്ങളെ തോൽപ്പിച്ച മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജോലിയെ തകർത്തത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർത്തത്, ആ വ്യക്തികളെ നിങ്ങൾ മാനസിക ബലം കൊണ്ടും നിങ്ങൾ വിജയം കൊണ്ടും നിങ്ങൾ തോൽപ്പിച്ച്, ഇതുപോലെ നിങ്ങളെ തോൽപ്പിച്ച സമയത്ത് അവർ ചിരിച്ചത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ തിരികെ അവരെ നോക്കി ചിരിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു കർമ്മ കാർഡാണ് വന്നിരിക്കുന്നത്, വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ കർമ്മ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ ലഭ്യമാകുന്നത്. കാരണം നിങ്ങളുടെ കർമ്മയിൽ നിങ്ങൾ വീണ്ടും പാസ്റ്റിന് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആക്കുകയാണെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളുടെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഓർത്ത് വിഷമിക്കുകയോ കരയുകയോ ചെയ്യുന്നെങ്കിൽ ആ ഒരു സമയം വീണ്ടും നിങ്ങളുടെ കർമ്മ ജനിക്കുന്നതാണ്. അപ്പോൾ ആ കർമ്മ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷത്തേക്ക് ആ കർമ്മയുടെ ഫലം വീണ്ടും നിങ്ങളിലേക്ക് കാണും. അതുകൊണ്ട് പാസ്റ്റിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിജയമാണ് ഇനി മുന്നോട്ടുള്ളത്, ഞാൻ വിജയിക്കും, സാമ്പത്തിക അനുഗ്രഹം എന്നെ തേടി വരുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിങ്ങൾ നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ പ്രവൃത്തിയാണ്. ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടെ ബുക്കും കൊണ്ട് ഇരിപ്പുണ്ട് ആൾക്കാർ അവരിരുന്ന് എഴുതുകയാണെന്നുള്ളൊരു ഓർമ്മയിൽ നമ്മൾ പാസ്റ്റിനെ വിട്ടുകളയുക. ഓക്കെ, അഥവാ വായിക്കൂടെ വന്നാൽ തന്നെയും നിങ്ങൾ അപ്പോഴേ അതിനെ ക്യാൻസൽ ചെയ്യുക. ഞാൻ ഈ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില വ്യക്തികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പറയണം, എനിക്കതിനെക്കുറിച്ച് താല്പര്യമില്ല, അതെൻ്റെ ജീവിതത്തിൽ ചില പാഠങ്ങളായിരുന്നു, ആ പാഠങ്ങൾ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ വിജയത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റിനെ വിട്ടുകളയുക. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ വേൾഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സൂക്ഷിച്ച് മറ്റൊന്നും തൊടാത്ത വണ്ണം, നെഗറ്റീവ് വ്യക്തികളൊന്നും തൊടാത്ത വണ്ണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യചക്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് നിങ്ങൾക്ക് ലക്കിൻ്റെ ടൈമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതിനെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ ടൈമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്. പാസ്റ്റിനെ കൊണ്ടുവന്ന് പ്രസൻറ്റിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റാക്കി കളയരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന വിദേശത്ത് നിന്നാണെങ്കിലും ഇവിടെ ആ ഒരു എനർജി വന്നിരിക്കുന്നു, വേൾഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകാൻ കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ സമയം അനുകൂലമാണ്, ലക്ക് ടൈമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായി കാണുക, ഫ്ലൈറ്റിലേക്ക് ഇരിക്കുന്നതായി നിങ്ങൾ കാണുക. രാത്രി കിടക്കുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് നിങ്ങളിത് കാണേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നോക്കാൻ പാടില്ല. ഓക്കെ, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. സണ്ണാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉദയമാണ് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഹാങ്ഡായി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് അവെയർനെസ് നൽകുകയാണ്.
യൂണിവേഴ്സ് നിങ്ങളെ വിജയത്തിലേക്ക്, വീണ്ടും വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നു. യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇതുപോലെ സ്റ്റക്കായി കിടന്നിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ യൂണിവേഴ്സിൻ്റെ അവയർനെസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ കെട്ടുകൾ അഴിഞ്ഞ് നിങ്ങൾ കുതിച്ച് ചാടുന്ന വ്യക്തിയായി മാറുന്നു. റിലേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു, നിങ്ങളുടെ ജോലി നിങ്ങളിലേക്ക് കടന്നു വരുന്നു, സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. കാരണം ചേർത്ത് പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ വലയത്തിലാണ് ഇനി നിങ്ങൾ ഉള്ളത്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിലാണ് നിങ്ങൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ വിജയത്തിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. വീണ്ടും വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്, വിജയത്തിൻ്റെ എനർജി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്. ഇനി നിങ്ങൾ കെട്ടിയ വ്യക്തിയല്ല. ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രസൻറ്റിൽ പാസ്റ്റിൽ നിങ്ങളുടെ എടുത്തതിൽ, പാസ്റ്റിലും പ്രസൻറ്റിലുമുള്ള കാര്യങ്ങൾ എടുത്തതിൽ നിങ്ങളുടെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്കുള്ളത്. അത് മുഴുവനും ഇവിടെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള വിജയമാണ് വന്നിരിക്കുന്നത്. ഇതും ഗ്രോത്തിൻ്റെ കാർഡാണ്, ഇതും ഗ്രോത്തിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധനങ്ങൾ അഴിയാൻ പോകുന്നു. തേർഡ് പാർട്ടികൾ വന്ന് കെട്ടിയിട്ടിരുന്ന പല ബന്ധനങ്ങളും നിങ്ങൾക്ക് അഴിയുന്നു. നിങ്ങൾ തന്നെ കെട്ടിയിട്ടിരുന്ന ബന്ധനങ്ങൾ അഴിയുന്നു. നിങ്ങൾ ഉണ്ടാക്കി നിർത്തിയിരുന്ന കംഫർട്ട് സോണിനെ പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വരുന്നു. പുറത്ത് വന്ന് നിങ്ങൾ വിജയക്കൊടി പാറിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ എനർജിയാണ്. പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറും നിങ്ങളുടേതാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് ഗിഫ്റ്റാണ് എൻ്റെ വ്യൂസിന് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നത്? ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു. നിങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മുന്നിലേക്ക് പുറപ്പെട്ടു വരാൻ പോകുന്നു. എന്താണ് സത്യം എന്നുള്ളത് പുറത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാതിരുന്ന ചില സത്യങ്ങളുണ്ട്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അറിയാൻ പോകുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് ഇനി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. വിശാലമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പേരുകളെ ഇനി യൂണിവേഴ്സ് ഉറപ്പിച്ച് നിർത്തും. ഒരിക്കലും പുഴകി വീഴുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ വേരിനെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ വെള്ളത്തിനടിയിൽ കാണുന്ന ഐസ് മലയെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അത്രത്തോളം സ്ട്രെങ്ത് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള എനർജി യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ താങ്ങി നിർത്തുന്നത് യൂണിവേഴ്സാണ്. നിങ്ങളുടെ ഭാഗം ശരിയാണ് എങ്കിൽ, നിങ്ങൾക്ക് ന്യായമുണ്ടെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ കൂടി ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.